ആമി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ക്രിസ്റ്റിക്ക് വേണ്ടി റെഡിയാക്കിയിട്ട മുറിയിൽ അവൾക്കൊപ്പം തന്നെയുണ്ടായിരുന്നു റോണയും ജെസിയും. ആഹാ, നിങ്ങളിതിനിടയ്ക്ക് പരിചയപ്പെടലും കഴിഞ്ഞോ? ഞാൻ ഓർത്തു ഞാൻ വന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കുമെന്ന്. പരസ്പരം എന്തൊക്കെയോ പറഞ്ഞു ചിരിച്ചുകൊണ്ട് സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്ന അവരെ മൂവരെയും കണ്ടുകൊണ്ട് മുറിയിലേക്ക് കയറി വന്ന ആമി പറഞ്ഞു. ഓ പിന്നെ, ഞങ്ങൾക്കാർക്കും സംസാരശേഷിയില്ലല്ലോ തമ്മിൽ പരിചയപ്പെടാൻ. അല്ലേലും ഈ ഇച്ചേച്ചിക്കൊരു കുശുമ്പിപ്പാറുവാ. ക്രിസ്റ്റി ഇച്ചേച്ചിയുടെ മാത്രമാണെന്നാ വിചാരം. പക്ഷേ ആ വിചാരമൊക്കെ കുറച്ചു മുമ്പ് വരെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഞങ്ങളും നല്ല തിക് ഫ്രണ്ട്സാ അല്ലേടോ? റോണയുടെ ചോദ്യത്തിന് മറുപടിയായി ക്രിസ്റ്റി ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ ആ പുഞ്ചിരി തന്നെ മതിയായിരുന്നു ആമിക്കും. കാരണം അവളീ വീട്ടിൽ ഓക്കെ ആകുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ അവളെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചിരുന്നു. ആ വീർപ്പുമുട്ടലിനൊരയവ് വന്നതോടെ ആമിയും പുഞ്ചിരിച്ചു. പിന്നീട് നാലിന്റെ വർത്തമാനവും ചിരിയും കളിയുമൊക്കെയായി ശബ്ദമുഖരിതമായിരുന്നു ആ മുറി. സത്യം പറയാടോ ക്രിസ്റ്റി, ഇവിടുന്ന് ചേട്ടായിയും ഡാഡിയും മമ്മിയും കൂടി തന്നെ കൂട്ടിക്കൊണ്ടു വരുമെന്ന് പറഞ്ഞിറങ്ങുമ്പോഴൊന്നും 1% പോലും പ്രതീക്ഷ ഞങ്ങൾക്കാർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ തന്നെ കണ്ടപ്പോഴാ വിശ്വാസം വന്നത് തന്നെ. റോണയുടെ സംസാരം വീണ്ടും ക്രിസ്റ്റിയുടെ വരവിലേക്ക് തിരിഞ്ഞതും ആമിയും ജെസിയും പരസ്പരമൊന്ന് നോക്കി. കാരണം റയാൻ പറഞ്ഞതൊക്കെ ഇടയ്ക്ക് കിട്ടിയ ഗ്യാപ്പിൽ തന്നെ ആമി ജെസിയോട് പറഞ്ഞിരുന്നു. പക്ഷേ റോണ വന്ന നേരം മുതൽ തന്നെ ക്രിസ്റ്റിക്കൊപ്പമായിരുന്നത് കൊണ്ട് അവളോട് പറയാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ അവളിലൂടെ കള്ളത്തരം പൊളിയുമോ എന്ന ഭയം ഇരുവരിലും ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. വരണമെന്ന് വിചാരിച്ചതല്ല. ആദ്യം റൂബി ആൻറ്റി ഇത് പറഞ്ഞപ്പോൾ പറ്റില്ലെന്ന് തന്നെയാ പറഞ്ഞതും. പക്ഷേ പിന്നെ പേയിങ് ഗസ്റ്റ് ആണെന്നും ട്രസ്റ്റിന്റെ സ്കോളർഷിപ്പ് റെഡിയാക്കി തരുമെന്നൊക്കെ പറഞ്ഞോണ്ടാ ഞാൻ. അവളൊരു വരണ്ട ചിരിയോടെ പറഞ്ഞത് റോണ വായും പൊളിച്ച് ആമിയെയും ജെസിയെയും നോക്കി. ഇവളിത് എന്തൊക്കെയാ പറയുന്നെന്നൊരു ധ്വനിയുണ്ടായിരുന്നു അവളുടെ ആ നോട്ടത്തിൽ പോലും. പക്ഷേ അപ്പോഴേക്കും ആമിയും ജെസിയും ഒരേപോലെ അവളെ കണ്ണുകൊണ്ട് ഒന്നും മിണ്ടരുതേ എന്ന് കാണിച്ച് വിലക്കിയിരുന്നു. അതോടെ പോയവർ കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് തന്നെയാണ് ക്രിസ്റ്റിയെ ഇവിടേക്ക് എത്തിച്ചേക്കുന്നതെന്ന് റോണയ്ക്കും മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അവളും ആ വിഷയം വിട്ട് സംസാരം മറ്റു കാര്യങ്ങളിലേക്ക് തിരിച്ചുവിട്ടിരുന്നു. നീ ഇതെന്തൊക്കെയാ ആദി ഈ പറയുന്നേ? പ്രായം തികഞ്ഞൊരു പെങ്കൊച്ചിനെ അങ്ങനെ അവിടെ കയറ്റി താമസിപ്പിക്കേണ്ട കാര്യം എന്തുവാ? വൈകുന്നേരം ഫോൺ വിളിച്ചപ്പോൾ ക്രിസ്റ്റി കളരിക്കലേക്ക് വന്ന കാര്യം പറഞ്ഞതും ആമിയുടെ അമ്മ പൂർണിമയുടെ ചോദ്യം ഇതായിരുന്നു. അതിനിപ്പോൾ എന്താ അമ്മേ? അതാരുമില്ലാത്തൊരു കുട്ടിയല്ലേ? അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഇങ്ങനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ ആരുമില്ലാത്തവരെയും കഷ്ടപ്പെടുന്നവരെയും എല്ലാം രക്ഷിക്കാനും സഹായിക്കാനും ഒക്കെ പോയാൽ നടക്കുന്ന കാര്യമാണോ? ആരുമില്ലാത്തവർക്കൊക്കെ ജീവിതമുണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? പൂർണിമയ്ക്കെന്തോ ഇതൊട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതവരുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. അമ്മ ഇതെന്തൊക്കെയാ കിടന്ന് പറയുന്നേ? ആരുമില്ലാത്തവരെയൊക്കെ സഹായിക്കണമെന്നോ രക്ഷിക്കണമെന്നോ ഒന്നുമല്ല പറയുന്നത്. പക്ഷേ ക്രിസ്റ്റി, ആ പെണ്ണിനെന്തുവാ കൊമ്പുണ്ടോ? പൂർണിക്ക് ദേഷ്യം വന്നു പോയിരുന്നു. അത് മനസ്സിലാക്കിയെങ്കിലും ആമി അത് മൈൻഡ് ചെയ്തില്ല. അവൾക്ക് കൊമ്പും വാലുമൊന്നുമില്ല. പക്ഷേ അവളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ഈ കുടുംബത്തിലെ ഒരാളാണ്. അപ്പോൾ അതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്നും ആ കുട്ടിയെ ചേർത്ത് പിടിക്കണമെന്നും ഇവിടെ എല്ലാവരും ഒരേപോലെ പറയുമ്പോൾ അത് വേണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? വേണ്ട, നീ മിണ്ടായിരുന്നോ? എന്നിട്ട് അവസാനം വല്ല കോടാലിയുമായാൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞോണം. അമ്മ എന്തുവാ ഉദ്ദേശിച്ചത്? പൂർണിമയുടെ പറച്ചിൽ കേട്ടതും ആമിയുടെ സ്വരം കൂർത്തു. നിനക്ക് ദേഷ്യം വന്നാലും ശരി, നീ ഉദ്ദേശിച്ചത് തന്നെയാ ഞാൻ പറഞ്ഞതും. പ്രായം തികഞ്ഞൊരു പെണ്ണാ. അതിനെ വീട്ടിൽ കയറ്റി താമസിക്കുമ്പോൾ ഒരു 100 വട്ടമെങ്കിലും ആലോചിക്കണം. എത്ര നല്ല ആളുകളായാലും മോശമാകാൻ ഒരു നിമിഷം മതി. അമ്മേ! ആമിയുടെ സ്വരമുയർന്നത് കേട്ടപ്പോൾ വല്ലായ്മ തോന്നിയെങ്കിലും പൂർണിമ അതൊന്നും മൈൻഡ് ചെയ്തതേയില്ല. കാരണം അവരുടെ മനസ്സിൽ തോന്നിയ കരട് പുകഞ്ഞുകൊണ്ടേയിരുന്നു. നീ കിടന്ന് കാറൊന്നും വേണ്ട. ഇങ്ങനെ ചിന്തിച്ചെന്നും പറഞ്ഞ് എന്നെ തെറ്റി പറയാൻ പറ്റുമോ? പെണ്ണുങ്ങളെ കാണുമ്പോൾ നിലമറക്കുന്ന ആണുങ്ങൾ കളരിക്കൽ പുതുമയുള്ള കാഴ്ചയൊന്നുമല്ലല്ലോ. നീയും അറിഞ്ഞിട്ടുള്ളതല്ലേ ആ തറവാട്ട് മഹിമ? ആണുങ്ങൾ എന്നുള്ള പ്രയോഗം വേണ്ടമ്മേ. ഒരു വൃത്തികെട്ടവൻ, അത് മതി. അല്ലാതെ ആ ഗണത്തിൽപ്പെടുത്തേണ്ട ഇവിടുത്തെ ബാക്കിയുള്ള ആണുങ്ങളെ, പ്രത്യേകിച്ച് എൻ്റെ ഇച്ചായനെ. ഓ, ഈ വിശ്വാസമൊക്കെ അങ്ങോളം കണ്ടാൽ മതി. പൂർണിമ പുച്ഛത്തോടെ പറഞ്ഞതും ആമിയുടെ സകല നിയന്ത്രണങ്ങളും നഷ്ടമായിരുന്നു. ശരിയമ്മേ, ഞാൻ വയ്ക്കുക. ഇനി നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല. ഫോൺ കട്ട് ചെയ്തതും ആമി അസ്വസ്ഥതയോടെ തലയ്ക്ക് കൈയും താങ്ങി ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. കാരണം പൂർണിമയിൽ നിന്ന് വന്ന വാക്കുകൾ അവളെ അത്രമേൽ ഉലച്ചു കളഞ്ഞിരുന്നു. രാത്രി 10 കഴിഞ്ഞിട്ടും ആമി ബെഡ്റൂമിലേക്ക് വരാത്തത് കൊണ്ട് ബാൽക്കണിയിലൂടെ തേരാപാര നടക്കുകയായിരുന്നു റയാൻ. അന്നേരം ആ കൊച്ചിനെ ഒന്ന് കംഫർട്ടാക്കാനും മറ്റേതുങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും കൂടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു വിട്ടതാ. എന്നിട്ടിപ്പോൾ അവള് പോയ വഴിയാ. ഇനി ഉറക്കം കൂടി അവിടെ ആക്കുമോ എന്തോ? റയാൻ ചുണ്ടിലിരുന്ന സിഗരറ്റ് ഒന്നുകൂടി ആഞ്ഞു വലിച്ചുകൊണ്ട് പിറുപിറുത്തു. അതേസമയം തന്നെയായിരുന്നു മുറിയുടെ ഡോർ തുറന്നടയുന്ന ശബ്ദം കേട്ടത്.
വന്നത് ആമി തന്നെയാകുമെന്ന് ഊഹിച്ചെങ്കിലും അവൾ അത്ര നേരം താമസിച്ചതിന്റെ പരിഭവം കൊണ്ട് അവൻ മുറിയിലേക്ക് പോകാതെ ബാൽക്കണി റെയിലിങ്ങിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. റയാനാണെങ്കിൽ അവൾ വരുന്നതും കാത്തു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഹൃദയമിടിപ്പ് വല്ലാതെ ഏറിയിരുന്നു. ഇതിപ്പോ ഇവളെ കാത്തു നിന്നിന്റെ മൂട്ടിൽ വേരി കുളിർക്കുമെന്ന് തോന്നുന്നല്ലോ കർത്താവേ. ഇടയ്ക്ക് പിന്നിലേക്ക് പാളി നോക്കിക്കൊണ്ടവൻ പിറുപിറുത്തു. അതേസമയം തന്നെയായിരുന്നു പിന്നിലൂടെ 2 കൈകൾ അവന്റെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ചത്. അവൾ കുളി കഴിഞ്ഞു വന്നതുകൊണ്ട് തന്നെ അവളുടെ ഉടലിന്റെ കുളിരും ബോഡി വാഷിന്റെ മണവുമൊക്കെ കൂടെ റയാനെ വല്ലാതെ അടിമപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന പരിഭവം പോലും മറന്ന് അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവന്റെ ഹൃദയം വെമ്പി. പക്ഷേ അതിനു മുന്നേ നടുംപുറത്ത് അവളുടെ കൈ ആഞ്ഞു പതിഞ്ഞിരുന്നു. ഒപ്പം ചുടികൾക്കിടയിലിരുന്ന സിഗരറ്റ് ദൂരേക്ക് തെറിക്കുകയും ചെയ്തു. ആ എന്താടിപ്പുല്ലേ നിനക്ക്? റയാൻ വേദനയോടെ മുരണ്ടു. കുന്തം, എനിക്ക് വൃത്തികെട്ട മണം പിടിക്കില്ലെന്ന് ഇച്ചായനെ അറിയില്ലേ? എന്നിട്ടും ഇതിങ്ങനെ കുത്തിക്കയറ്റിയാ പിന്നെ ഞാൻ എന്തോ ചെയ്യണം? അതിന് നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അന്നേരം പോയതല്ലേ നീ? എന്നിട്ട് ഇത്രയും നേരം അവളുമാരുടെ കൂടെ പെറ്റുകിടക്കുമല്ലായിരുന്നോ? ഓ, അതിനാണോ ഇത് വലിച്ചു കയറ്റുന്നത്? പിന്നല്ലാതെ. എത്ര നേരമായി ഞാൻ നിന്നെ നോക്കി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? ബോറടിച്ചു പണ്ടാരമടങ്ങി. പിന്നെ ഞാൻ വേറെന്തോ ചെയ്യണം? ആ, ഒരുപാട് ബോറടിക്കാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും. അല്ല, ഇച്ചായനല്ലയോ പറഞ്ഞത് അവരുടെ അങ്ങോട്ട് ചെല്ലാൻ? എന്നിട്ടിപ്പോ ഇങ്ങനെ മോന്ത വീർപ്പിച്ചിരിക്കുന്ന എന്തിനാ? ആമി കുസൃതിച്ചിരിയോടെ ചോദിച്ചു. അതുകൂടി കണ്ടപ്പോൾ റയാന്റെ മുഖം കുറച്ചുകൂടി വീർത്തു. ഞാനത് പറഞ്ഞിട്ടിപ്പോ എത്ര നേരമായടി പുല്ലേ? എന്നിട്ടിപ്പോഴാണോ നിനക്ക് തിരിച്ചു വരാൻ തോന്നിയത്? അച്ചോടാ, അതുകൊണ്ടാണോ ഈ മോന്ത ഇങ്ങനെ വീർപ്പിച്ചു വെച്ചേക്കുന്നത്? പോട്ടെ, സാരമില്ല. ഇനി നേരം വെളുക്കുന്നത് വരെ ഞാൻ എങ്ങോട്ടും പോവില്ല. കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുന്നത് പോലെ അവന്റെ ഒരു കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ അവന്റെ മറുകവിളിൽ അമർത്തി മുത്തി. ആ നേരത്തവളുടെ ദേഹത്തു നിന്ന് വമിച്ച സുഗന്ധം നാസിക തുളച്ചതും റയാൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഉപ്പമോന്റെ കൈകൾ സ്വയം അറിയാതെ അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ചു. പക്ഷേ ആമി അതൊന്നും ശ്രദ്ധിക്കാതെ അവന്റെ കവിളിൽ അമർത്തി അമർത്തി മുത്തിക്കൊണ്ടേയിരുന്നു. മതി പെണ്ണെ. കുറെ നേരം അവൾക്ക് വിധേയപ്പെട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ സ്വയം നഷ്ടപ്പെടും പോലെ തോന്നിയ റയാൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് കിതപ്പോടെ പറഞ്ഞു. പോരാ, എനിക്കിച്ചായനെ ഇങ്ങനെ എത്ര ഉമ്മ വെച്ചാലും മതിയാവത്തില്ല. എനിക്ക് നിങ്ങളോട് വല്ലാത്തൊരു കൊതിയാ. കാറ്റ് പോലെ നേർത്ത ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും തന്റെ കവിളിലേക്ക് ചുണ്ടമർത്തിയവളെ കോരിയെടുക്കുമ്പോൾ റയാന്റെ ഹൃദയം അവളോടുള്ള പ്രണയത്താൽ വിങ്ങുകയായിരുന്നു. എന്തു ചെയ്യാൻ പോവാ? അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയിരുന്നു കൊണ്ട് കണ്ണുകളിൽ കൗതുകം നിറച്ചവൾ ചോദിച്ചതും റയാൻ വശ്യമായൊരു പുഞ്ചിരിയോടെ അവളുടെ മൂക്കിൻ തുമ്പിൽ പതിയെ കടിച്ചു. ഇച്ചായ. ചുവന്നുപോയ മൂക്ക് തടവിക്കൊണ്ട് ചുരുങ്ങിയവളെയും കൊണ്ട് റയാൻ സോപാനത്തിലേക്കിരുന്നു. എന്റെ കൊച്ചല്ലയോ പറഞ്ഞത് ഇച്ചായനോട് കൊതിയാന്നൊക്കെ? എന്നാ പിന്നെ എന്റെ കൊച്ചിന്റെ കൊതിയും മതിയുമെല്ലാം തീർത്തിട്ടുറങ്ങിയാൽ മതി നമുക്കെന്ന് അവളെ മടിയിലേക്കിരുത്തി അമർത്തി പുണർന്നുകൊണ്ട് റയാൻ പറഞ്ഞതും ആമി അവന്റെ കഴുത്തടിയിലേക്ക് മുഖം പൂഴ്ത്തി അമർന്നിരുന്നു. ആമിയുടെ ഇരിപ്പ് കണ്ട് റയാൻ പതിയെ അവളുടെ മുഖം പിടിച്ചുയർത്തി കവളിൽ മൃദുവായെന്ന് ചുംബിച്ചു. പറ. തന്റെ കാതിൽ ചുണ്ടുരുമ്മിക്കൊണ്ട് അവൻ പറഞ്ഞതും ആമി ചോദ്യഭാവത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി. നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി അവൻ ഓർമ്മിച്ചതും ആമിയുടെ മുഖം നാണത്താൽ തൊടുത്തു. ബാക്കിയൊന്നുമില്ല. എനിക്ക് കൊതി തീരില്ല, അത്ര തന്നെ, അല്ലാതൊന്നുമില്ല. ആഹാ, അത് കൊള്ളാലോ. എന്താ ഇത്ര കൊതി വരാൻ മാത്രമുള്ളത്? റയാൻ അവളുടെ പൊക്കിൾ ചുഴിക്ക് ചുറ്റും വിരൽ കൊണ്ട് കോറിക്കൊണ്ട് പതിയെ ചോദിച്ചു. അതിപ്പോ ഇച്ചാൻ എൻ്റെ അല്ലേ? അങ്ങനെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷാ. എങ്ങനെ? ദേ ഇച്ചായ, എനിക്ക് ദേഷ്യം വരും കേട്ടോ, ചുമ്മാ എന്നെ ഇട്ട് കോലം കെട്ടാൻ വന്ന. അവൻ തന്നെ കളിയാക്കുവാണെന്ന് തോന്നിയതും ആമി കെറുവോടെ പറഞ്ഞു. അയ്യേ, ഇച്ചാൻ എൻ്റെ കൊച്ചിനെ കളിയാക്കുവോ? ഇതൊക്കെ നിന്റെ നാവിന്ന് കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ടല്ലേ ചോദിക്കുന്നത്? കൊച്ചു പറഞ്ഞേ. അവൻ വീണ്ടും നിർബന്ധിച്ചതും ആമിയുടെ മുഖം തുടുത്തു. അതൊക്കെ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. പറ, മനസ്സിലാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് പിന്നെ ഇച്ചാൻ എൻ്റെ ആണെന്നും എനിക്ക് മാത്രമായിട്ടൊരു മനുഷ്യനുണ്ടെന്നുമൊക്കെ ഓർക്കുമ്പോൾ എനിക്കങ്ങ് സഹിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നും. അപ്പോൾ ഇച്ചാനെ അങ്ങ് കടിച്ചു തിന്നാൻ തോന്നും എനിക്ക്. വല്ലാത്തൊരു ആസക്തിയോടെ തൻ്റെ ചുണ്ടിനെ കടിച്ചു നുണഞ്ഞിട്ടവൾ പറഞ്ഞത് റയാൻ കണ്ണുകൾ മുറുക്കി അടച്ചു. ഉപ്പമാവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൊന്ന് മുറുകി. എന്തു പറ്റി? ഒന്നുമില്ലടി പെണ്ണെ. അല്ല, അതെന്താ, ഞാൻ മാത്രമാണോ നിനക്ക് സ്വന്തമായിട്ടുള്ളത്? അപ്പോ ബാക്കിയുള്ളവരൊക്കെയോ? അവന്റെ ചോദ്യം കേട്ടതും ആമി മനോഹരമായിട്ടൊന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ ചോദിച്ചാൽ എല്ലാവരും സ്വന്തം തന്നെയാ. പക്ഷേ ഓരോരുത്തർക്കും സ്ഥാനം അനുസരിച്ച് ഓരോ അതിർവരമ്പുകളുണ്ട്. അത് മറികടക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ പാതിക്ക് അങ്ങനെയൊരു അതിരുകളൊന്നും ഉണ്ടാവില്ലല്ലോ. എൻ്റെ മനസ്സും ശരീരവും അതിൽ പൂർണ്ണതയിൽ തന്നെ അറിഞ്ഞതല്ലേ ഇച്ചായൻ. അപ്പോൾ ആ ഇച്ചായനോടുള്ള സ്നേഹവും പ്രണയവും ഒക്കെ ഞാൻ എങ്ങനെയാ ഒന്ന് പ്രകടിപ്പിക്കുന്നേ? എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ അമർത്തി അമർത്തി ഉമ്മിക്കുന്നേ. ആഹാ,
അപ്പോൾ പ്രകടിപ്പിക്കാൻ അറിയാത്തതാണോ എൻ്റെ കൊച്ചിൻ്റെ പ്രശ്നം? ഇതൊക്കെ ഇച്ചായനോട് പറയണ്ടേ? ഒരു കുസൃതി ചിരിയോടെ റയാൻ അവളെയും കോരിയെടുത്തുകൊണ്ട് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. അതേ നിമിഷം തന്നെ ആമിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഇച്ചായ, എന്ത് ചെയ്യാൻ പോവുക? ആ, നീ അല്ലേ ആമി കൊച്ചെ പറഞ്ഞത് പ്രകടിപ്പിക്കാൻ അറിയാൻ വയ്യെന്ന്? ഇച്ചായൻ പഠിപ്പിച്ചു തരാടി. പക്ഷേ ഇവിടെ ഇരുന്ന് വേണ്ട, നമുക്ക് അകത്ത് പോയിട്ട് നല്ല വിശാലമായിട്ടങ്ങ് പ്രകടിപ്പിച്ചേക്കാം. ഇച്ചായ, വേണ്ട കേട്ടോ, വേണം കേട്ടോ. ഇച്ചായ, എൻ്റെ വയറ്റിൽ. അത്രയും പറഞ്ഞപ്പോഴേക്കും റയാൻ അവളുടെ അതരങ്ങൾ അമർത്തി മുത്തിയിരുന്നു. ഇച്ചായ, എൻ്റെ കുഞ്ഞുമണിയല്ലേടി, അവള് കിടന്ന് ഉറക്കമായി കാണും. ഇനി നീ കിടന്നലറി ഉണർത്താതിരുന്നാൽ മതി. ശോ, ഇങ്ങേരെ കൊണ്ട് ഞാൻ തോറ്റു. റയാൻ മുറിയിലോട്ട് കയറിയിട്ട് ഒരു കൈ കൊണ്ട് ബാൽക്കണി ഡോർ അടച്ചു കുറ്റിയിട്ടു. പിന്നെ ആമിയെ കൊണ്ട് ബെഡിലേക്ക് കിടത്തിയതും മുറിയിലെ വെളിച്ചമണഞ്ഞതും ഒപ്പം കഴിഞ്ഞു. രാവിലെ ഉണർക്കമുണർന്ന് മുറിക്ക് പുറത്തേക്ക് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ റൂബി. അയ്യോ, ഈ കൊച്ചെന്നാ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നേ? മുറിയിൽ നിന്ന് ഹാളിലേക്ക് ഇറങ്ങിയതും അവിടുത്തെ സോഫയിൽ ചാരിയിരുന്ന് ഉറങ്ങുന്ന ക്രിസ്റ്റിയെ കണ്ട് റൂബി വെപ്രാളത്തോടെ ചോദിച്ചു. അത് കേട്ടുകൊണ്ട് ബാത്റൂമിൽ നിന്നിറങ്ങിയ പോളും അങ്ങോട്ട് വന്നു. ആരാ റൂബി? ദേ നോക്കിയേ ചായ, ക്രിസ്റ്റി ദേ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നു. ഇത് രാത്രി മൊത്തം ഇവിടെ ഇരിക്കുമായിരുന്നോ കർത്താവേ? സ്വയം പറഞ്ഞുകൊണ്ട് റൂബി ക്രിസ്റ്റിക്കരികിലേക്ക് നടന്നു. മോളെ, മോളെ. സോഫയിൽ ചാരിയിരിക്കുമായിരുന്നുവെങ്കിലും ഗാഠനിദ്രയിലായിരുന്ന ക്രിസ്റ്റിയുടെ തോളിൽ പതിയെ തട്ടിക്കൊണ്ട് അവർ വിളിച്ചു. 1-2 നിമിഷങ്ങൾക്ക് ശേഷം ഒരേ ഇരിപ്പിരുന്ന് മരവിപ്പ് ബാധിച്ച പിടലിയൊന്ന് ഒഴിഞ്ഞുകൊണ്ട് ക്രിസ്റ്റി കണ്ണുകൾ വലിച്ചു തുറന്നു. മോൾ എന്തിനാ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നേ? റൂമിൽ കിടന്നൂടെ? കണ്ണു തുറന്നതും മുന്നിൽ നിൽക്കുന്ന തങ്ങളെ കണ്ട് വല്ലായ്മയോടെ ചാടി എണീറ്റവളെ നോക്കി വാത്സല്യത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പോൾ ചോദിച്ചു. അത് പിന്നെ അങ്കിൾ, സ്ഥലം മാറിക്കിടന്നിട്ടാണെന്ന് തോന്നുന്നു, ഉറക്കം വന്നില്ല, അങ്ങനെയാ പുറത്തേക്ക് ഇറങ്ങിയത്. വെറുതെ കുറേ നേരം മുകളിലെ ബാൽക്കണിയിലൊക്കെ പോയി നിന്നു. എന്നിട്ട് ഉറക്കം മാത്രം വന്നില്ല, അങ്ങനെയാ ഇവിടെ വന്നിരുന്നത്. ഫോണിൽ സിനിമ കണ്ടിരുന്നതാ, എപ്പോഴോ ഉറങ്ങിപ്പോയി. ക്രിസ്റ്റി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. സിനിമ കാണുമായിരുന്നോ അതോ വേണ്ടാത്തതൊക്കെ ആലോചിച്ചിരുന്ന് കരയുമായിരുന്നോ? അവളുടെ വീർത്ത കൺപോളകളും കണ്ണീർനീര് ഉടങ്ങിപ്പിടിച്ച കവിൾത്തടങ്ങളിലൂടെയുമൊക്കെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് റൂബി ചോദിച്ചതും ക്രിസ്റ്റി വല്ലായ്മയോടെ മുഖമമർത്തി തുളച്ചു. പിന്നെ വെറുതെ ഒന്ന് ചിരിച്ചു. ദേ കൊച്ചെ, അവസാനമായിട്ട് ഞാൻ പറയുക, ചുമ്മാ കിടന്ന് കരയാനൊന്നും നിന്നേക്കരുത്. അതിന് എൻ്റെ പിഴച്ചുപോയ സന്താനത്തെ ഓർത്താണെങ്കിൽ ഒട്ടും വേണ്ട. നിന്നെപ്പോലെ ഒരു പെങ്കൊച്ചിൻ്റെ കണ്ണീര് പോലും അവനെ അർഹിക്കുന്നില്ല. അതുകൊണ്ടിപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. നിന്നെ ഇങ്ങോട്ട് കൂട്ടാൻ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾക്കൊരു മകൾ കൂടിയുണ്ടെന്നേ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ചുമ്മാ വേണ്ടാതെന്നും ചിന്തിച്ച് മുങ്ങിക്കൊണ്ടിരുന്നാൽ അടിച്ച് തൊലിയിരിക്കും ഞാൻ. എൻ്റെ പുന്നാര മക്കളോടും മരുമക്കളോടും ചോദിച്ചാൽ അറിയാം മമ്മിയുടെ തനി കോണം. ഒന്നേ എനിക്ക് പിഴച്ചു പോയിട്ടുള്ളൂ. ക്രിസ്റ്റിയോടൊരു ശാസനം പോലെ പറഞ്ഞു തുടങ്ങിയ വാക്കുകൾ അവസാനിപ്പിച്ചപ്പോൾ റൂബിയുടെ സ്വരമൊന്ന് ഇടറിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വേഗം അടുക്കളയിലേക്ക് നടന്നു. അത് നോക്കിയൊന്ന് നെടുവീർപ്പിട്ടിട്ട് പോൾ ക്രിസ്റ്റിക്ക് നേരെ തിരിഞ്ഞു. അതൊരു പാവാ മോളെ. ഇപ്പൊ തന്നെ റീജോ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം അവളാ. അവളുടെ വളർത്തുദോഷം കൊണ്ടാ എന്നൊക്കെയാ പറയുന്നത്. നല്ല ദണ്ണമുണ്ടവൾക്ക്. ആ, മക്കൾക്കൊന്നും അറിയണ്ടല്ലോ. ആ മനുഷ്യൻ്റെ കണ്ണിലെ നീർത്തിളക്കം ക്രിസ്റ്റിയിലും വേദന തീർക്കുന്നത് തന്നെയായിരുന്നു. അപ്പോഴും അവളുടെ ഹൃദയത്തെ മതിച്ചിരുന്നത് ഒറ്റ ചോദ്യം മാത്രമായിരുന്നു. ഇത്രയൊക്കെ സ്നേഹത്തിലും സൗഭാഗ്യത്തിലും വളർന്നിട്ടും റീജോ ഇങ്ങനെയൊക്കെ ആയത് എന്തിനായിരിക്കും? പക്ഷേ അതിനുത്തരം നൽകാൻ അവളുടെ മനസാക്ഷിക്കും സാധിക്കുമായിരുന്നില്ല. അല്ല, മോൾക്ക് ഉറക്കം വന്നില്ലെങ്കിൽ റോണയെ ചെന്ന് വിളിച്ചുകൂടായിരുന്നോ? പോൾ വിഷയം മാറ്റാനായി ചോദിച്ചു. ഓ, ഉറങ്ങിയവരെ വെറുതെ. അവൾ ഉറങ്ങത്തൊന്നുമില്ല മോളെ. പാതിരാത്രിയും ഫോണിൽ കളിച്ചുകൊണ്ട് കിടക്കും. ഇവിടുത്തെ പെൺപിള്ളേരെല്ലാം അക്കാര്യത്തിൽ ഒറ്റക്കെട്ട. പിന്നെ ആമയും ജെസ്സിയും ഇപ്പോൾ ചെറുക്കന്മാർ സമ്മതിക്കാത്തോണ്ടാ. അല്ലേ 3 കൂടെ ഏതേൽ മുറിയിൽ കയറിയിരുന്ന് പിന്നെ ഒരു ബഹളമാ. മോളും അവരുടെ കൂടെ കൂടിയാൽ മതി. പിന്നെ ഇങ്ങനെ വേണ്ടാത്തതൊന്നും ചിന്തിക്കാൻ പോലും നേരം കിട്ടത്തില്ല. പോള് പറഞ്ഞതിനൊക്കെ തലയാട്ടി പുഞ്ചിരിച്ചു നിൽക്കുമ്പോഴും ആ കുടുംബത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹവും ഒത്തൊരുമയുമൊക്കെ ക്രിസ്റ്റിയിൽ ഒരേ സമയം സന്തോഷവും നിരാശയും തോന്നിപ്പിച്ചിരുന്നു.